ദേവീക്ഷേത്രമാണ്. എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായി ഞാൻ ഏതാണ്ട് 43 കൊല്ലമായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പൊതുജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആക്കവും ശക്തിയുമെല്ലാം ദേവിയിൽ നിന്ന് എനിക്ക് ആവാഹിച്ച് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആ പൊതുപ്രവർത്തനത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം തുടക്കം കണിച്ചുകുളങ്ങര ക്ഷേത്രവും ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ടാണ്. തറവാടിൻ്റെ വീട്ടുപേര് വെള്ളാപ്പള്ളി. ഞങ്ങളെല്ലാം ജനിച്ചതും വളർന്നതും അവിടെയാണ്. എൻ്റെ അച്ഛൻ VK കേശവൻ, അമ്മ ദേവകിയമ്മ. അമ്മ പ്രാർത്ഥിച്ച് ഉണ്ടായ ആൺമകനായി ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ മുന്നിലുള്ളവരെല്ലാവരും തന്നെ ഒരാളൊഴിച്ച് മുഴുവൻ പെണ്ണുങ്ങളാണ്. 5ഓളം പെണ്ണുങ്ങളെ പ്രസവിച്ച ശേഷമാണ് എന്നെ പ്രസവിക്കുന്നത്. പ്രാർത്ഥിച്ച് പ്രസവിച്ചപ്പോൾ 2 ആണാണ്. പിന്നെ ഞാനൊരു കുസൃതിക്കാരനായിരുന്നു ചെറുപ്പം തൊട്ട് തന്നെ. കാരണം ആൺമക്കളില്ലാതെ വളർന്ന ഒരു മകനെന്ന നിലയിൽ ജനിച്ച കൂടുതൽ പരിലാളനെ അമ്മയിൽ നിന്ന് കിട്ടി. അമ്മയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അമ്മ എൻ്റെ ഒരു കവചമായി നിന്നു. പ്രതിരോധങ്ങൾക്കെല്ലാം ഒരു കവചമായിരുന്നു. അത് എന്ത് കുറ്റങ്ങൾ ചെയ്താലും അമ്മ അത് സഹിക്കുകയും എന്നെ കൂടുതൽ ലാളിക്കുകയും ചെയ്തുകൊണ്ട് പലപ്പോഴും മൂത്തവരെല്ലാം ഞാൻ തോണ്ടും, വഴക്കുണ്ടാകും. അവരുടെ എല്ലാം തല്ലുകയും മാന്തുകയും കടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനൊരു കുസൃതിക്കാരനായതുകൊണ്ട് അച്ഛനും ചേട്ടനും ഒരുപാട് തല്ല് തന്നിട്ടുണ്ട്. ഏതാണ്ട് 12 മണിക്കൂർ വരെ വട്ടവര വരച്ച് അതിനകത്ത് അടിച്ച് നിർത്തിയിട്ടുണ്ട്. കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ പ്രീതി, മകൻ തുഷാർ, തുഷാറിൻ്റെ ഭാര്യ ആശ, 2 മക്കൾ. മൂത്തത് ദേവിക, 2ാമത്തെ കുട്ടി ദേവൻ. ഇനിയൊരു മോള് കൂടെയുണ്ട്. മോള് സ്ഥലത്തില്ല. മോളുടെ പേര് വന്ദന, ഭർത്താവിൻ്റെ പേര് ശ്രീകുമാർ. ഒരു ആൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടിയുടെ പേര് ജീവൻ. 1967 ജൂലൈ 13-ാം തീയതിയാണ് ഞാൻ വിവാഹിതനായത്. ഞാൻ ആകെ ഒരു പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ. ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് പെണ്ണ് തരുന്നതിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷെ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന ശാർങ്ങധരൻ എന്ന് പറഞ്ഞ പ്രീതിയുടെ അച്ഛൻ എന്നെക്കൊണ്ട് തന്നെ കെട്ടിക്കണമെന്നുള്ള നിർബന്ധം. അതിന് പ്രധാന കാരണം കണ്ടുപിടിച്ചത് അദ്ദേഹം പിന്നാലെ പറഞ്ഞ് എൻ്റെ ജാതകം നോക്കിയപ്പോൾ കൊള്ളാം, എന്നേക്കാൾ മിടുക്കനും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പല ആളുകളും ജാതകം ഉണ്ടായിട്ട് പോലും എൻ്റെ ജാതക ഗുണം കൊണ്ട് ആണ് എനിക്ക് പെണ്ണ് തന്നെന്നാണ് പിന്നാലെ എനിക്കറിയാൻ സാധിച്ചത്. പക്ഷെ അപ്പോഴും ഒരു സംശയമുണ്ടായിരുന്നു. എൻ്റെ ചേർത്തലക്കാരനായ എനിക്ക് എൻ്റെ കാലിൽ മന്തുണ്ടോ ഇല്ലോ എന്നൊരു സംശയം. അത് വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭാര്യയുടെ മൂത്ത ചേച്ചിയും ഭർത്താവും എല്ലാം കൂടി ഒരു ദിവസം വീട്ടിൽ ഒരു ക്ഷേമാന്വേഷണം പോലെ വന്നിട്ട് എൻ്റെ കാലൊന്ന് പൊക്കി കാണാമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ചുറ്റും അവർ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് മുണ്ട് വളരെ ഇറക്കി ഉടുക്കുന്ന ഒരാളായതുകൊണ്ട് ഈ മന്തുണ്ടെന്ന അവരുടെ സംശയത്തിന് അത് കൂടുതൽ ബലം നൽകി.
ഇവരുടെ അസുഖം മനസ്സിലാക്കിക്കൊണ്ട് ഒരല്പം കഴിഞ്ഞപ്പോൾ ഞാനൊരു മടക്കി കുത്തിക്കൊണ്ട് വരാന്തയിൽ കൂടി ഒരു നടപ്പ് നടന്ന് അവിടെ സംശയ നിവാരണം വരുത്തുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചേർത്തലക്കാരനാണോ മന്ദന്മാരാണ് എന്നൊരു ചൊല്ലും വിശ്വാസവും അന്നുണ്ടായിരുന്നു. അന്ന് നടേശേട്ടൻ വന്ന ദിവസം പെണ്ണ് കാണാൻ വന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ഫ്രണ്ട് വരുന്നു, ഒരു ഡോക്ടർ, അങ്ങനെയാണ് അച്ഛൻ അവിടെ അവതരിപ്പിച്ചത്. അപ്പം ഇവർ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ സിറ്റിംഗ് റൂമിലിരുന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛന്, നടേശേട്ടനല്ല വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത്, എൻ്റെ അച്ഛനാണ് വെള്ളം കൊണ്ട് കൊടുത്തത്. പോയി കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണ് കാണാൻ വന്നതായിരുന്നെന്നും പയ്യനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് കല്യാണമെല്ലാം ഉറച്ച് വെള്ളാപ്പള്ളി കുടുംബത്തിൽ ഇങ്ങനെ നടേശൻ എന്ന് പേരുള്ള ഒരാളാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ചെറിയ കോൺട്രാക്റ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയുള്ള വിവരമേ എനിക്കുള്ളായിരുന്നു. ദേവസ്വം പ്രസിഡൻ്റാണെന്നും അറിയാം. അതല്ലാതെ ഇന്നത്തെ പോലെ പെണ്ണ് കണ്ടുപോയതിന് ശേഷം ഫോൺ വിളിക്കുകയോ എഴുത്തയക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ പിന്നെ കാണുന്നത് വിവാഹത്തിൻ്റെ അന്നാണ്. ഞാൻ ചെറുപ്പകാലം പഠിക്കുന്ന സമയത്ത് സാധാരണ ചെറുപ്പത്തിൽ എന്നെ അങ്ങനെ അച്ഛൻ അടിച്ചിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ എന്നെ ഒരിക്കൽ പോലും അച്ഛൻ അടിക്കുകയോ അല്ലെങ്കിൽ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് വല്ലപ്പോഴും അച്ഛൻ അടിച്ചു പോലും ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് സത്യത്തിൽ സാധാരണ പിള്ളേരെ ചെറുപ്പത്തിലേ അടിക്കുകയോ അല്ല അങ്ങനെ ചെയ്യുകയോ അങ്ങനെ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള യാതൊരു അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ പഠിത്തത്തിൽ സ്വല്പം പുറകായിരുന്നു. അന്നത്തെ കാലത്ത് അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്ന VK വാസുദേവൻ എന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ എന്നെ അവിടുത്തെ എൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് അദ്ദേഹമാണ് എന്നെ കൊണ്ട് പഠിപ്പിക്കുകയും അന്ന് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രത്യേകം ഇവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ലോക്കൽ ഗാർഡിയനായിരുന്നു. അങ്ങനെ വളരെ നാൾ ഞാൻ അവിടെ 3 വർഷത്തോളം ജയർല ഹൈസ്കൂളിൽ പഠിച്ചു. അവിടെ നിന്നാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായി ഞാൻ പിന്നെ പോകുന്നത്. ഇവിടെ കല്യാണം കഴിച്ചെത്തിയ പിന്നെ ആണ് അച്ഛൻ്റെ ആ ഒരു പ്രശസ്തിയും അതുമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ഒത്തിരി കെയർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും അച്ഛൻ നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല സപ്പോർട്ട് തരികയും കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനെയാണ് എനിക്ക് ഇവിടെ വന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ കെയറിങ് ആണ്.